ഒരു ഇലക്ഷനൊക്കെ ഉണ്ടാകുമ്പോഴേ, ഇലക്ഷന് മുമ്പ് കുറേ ആരോപണ പ്രത്യാരോപണ പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുറേ കാര്യങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഇല്ലാത്ത അത്രയും, പ്രത്യേകിച്ച് ഒരു മെമ്മറി കാർഡിൻ്റെ സാന്നിധ്യം കൂടി ചേരുന്ന കുറേ ആരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു AMMയുടെ ഇലക്ഷന്. AMMയെ അമ്മ എന്ന് വിളിക്കണമെന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അത് വിളിക്കുന്നവൻ്റെ സൗകര്യമാണ്. നിങ്ങൾക്ക് അമ്മയായിരിക്കും, പക്ഷേ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരു സംഘടനയാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഇൻ്റർവ്യൂസ് എടുത്ത് നോക്കുമ്പോഴും അത് വലിയ വ്യത്യാസമൊന്നുമില്ലാതെ തുടരുകയാണ്. ആക്ടർ ദേവൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അവിടെ ഇതിനു മുൻപ് ഒരു കുറ്റാരോപിതനായ ആൾ സംഘടനയിൽ നിന്ന് പുറത്തു പോകാനുണ്ടായ സാഹചര്യം, അദ്ദേഹത്തിൻ്റെ മഹാമനസ്കത കൊണ്ട് കേസിനൊന്നും പോയിട്ടില്ല, പക്ഷേ അദ്ദേഹം തിരിച്ചു വരണം, അദ്ദേഹത്തിൻ്റെ നന്മ നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിലെ ജനത അദ്ദേഹത്തെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കണ്ണീരൊഴുക്കുന്നില്ല എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം അതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഡയലോഗ് പറയുമ്പോഴും ഏത് കേസിൻ്റെ പേരിലാണ് പുറത്തു പോയതെന്നോ ആ കേസിൻ്റെ ഭാഗമായി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്ന അഭിനേത്രിയെക്കുറിച്ചോ ഇതൊന്നും പുള്ളിക്ക് അറിയില്ല. അത്രയേ ഉള്ളൂ AMMA എന്ന് പറയുന്ന സംഘടനയുടെ സ്ത്രീകളായിട്ടുള്ള മെമ്പേഴ്സിനോടുള്ള ഒരു പരിഗണന എന്ന് പറയുന്നത്. പക്ഷേ ഇത്തവണത്തെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്വേതാ മേനോൻ മത്സരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ജഗദീഷ് അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നു. സ്ത്രീകൾ നേതൃനിരയിലേക്ക് വരേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. നല്ല കാര്യമാണ്. തീർച്ചയായും AMMയ്ക്ക് പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇമേജിന് മാറ്റം സംഭവിക്കണമെങ്കിൽ അത്തരം നേതൃമാറ്റങ്ങളും പ്രത്യക്ഷത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കണം. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദാണ്ട് വരുന്നു ശ്വേതാ മേനോന് നേരെ ഒരു പരാതി. ഇത്തവണത്തെ ഈ ഇലക്ഷനും ജനറൽ ബോഡി മീറ്റിംഗ് ആണെന്ന് തോന്നുന്നു. ഇലക്ഷൻ പരിപാടികളൊക്കെ തുടങ്ങുന്ന സമയത്ത് ആസിഫ് അലിയോ മറ്റോ ആണ് പറഞ്ഞത്, ആരോപണ വിധേയരായ ആളുകൾ ഇത്തവണ ഇലക്ഷനിൽ നിന്ന് മാറി നിൽക്കട്ടെ എന്ന്. അപ്പോൾ അൻസിബ ഹസൻ പുറത്തേക്ക് വന്ന് പറയുന്നത്, മാധ്യമങ്ങളോട് പറയുന്നത്, ആരോപണ വിധേയരായവർ എന്തിനു മാറി നിൽക്കണം, ഇവിടെ രാഷ്ട്രീയക്കാരും ആരോപണങ്ങളൊക്കെ നേരിട്ടിട്ട് മത്സരിക്കുന്നില്ലേ എന്നുള്ളതാണ്. പുള്ളിക്കാരിക്ക് ഇതിൻ്റെ കാര്യവും കാരണമൊന്നും മനസ്സിലായിട്ടില്ല. ഒരു സംഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള പൊസിഷനിൽ നിന്നുകൊണ്ട് അവർ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ, അത് പരാതികൾ, നിലനിൽക്കുന്ന പരാതികൾ, മറ്റേ ക്വാഷ് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല, കോടതിയിൽ നിന്ന് കേസില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള പരാതികൾ നിലനിൽക്കുന്ന ആളുകൾ അന്വേഷണ വിധേയമായ കാര്യങ്ങളെ നേരിടുന്നതിന് വേണ്ടി ഒരു പവർഫുൾ പൊസിഷനിലേക്ക് വരിക എന്ന് പറയുന്നത് അതത്ര നല്ലൊരു കാര്യമല്ല. അപ്പോൾ അവർ ഇലക്ഷന് മത്സരിക്കാതിരിക്കട്ടെ എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അൻസിബയ്ക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവർ പിന്നീടും കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല വിയോജിപ്പുകൾ ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നേതൃനിരയിലേക്ക് സ്ത്രീകളുടെ ഈ നോമിനേഷൻ പരിപാടികളൊക്കെ വരുന്നു, അവർ മുന്നിലേക്ക് വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ഘടകമൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഈ ആരോപണ വിധേയരായവർ മത്സരിക്കേണ്ട എന്നുള്ള ഒരു ഇമോഷൻ ഒരു സൈഡിൽ നിന്ന് ഉണ്ടാകുന്നു. പൊതുജനങ്ങളും അതിനെക്കുറിച്ച് കമൻറ്റ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ നേതൃനിരയിലേക്ക് വരാനുള്ള സ്ഥാനം ഏകദേശം ഉറപ്പിച്ച ആളുകളെക്കുറിച്ച് ആരോപണങ്ങൾ വരുന്നു. അതൊരു നല്ല പരിപാടിയല്ലേ? ആരോപണ വിധേയരായവർ മാറി നിൽക്കട്ടെ എന്നല്ലേ അവർ പറഞ്ഞത്. എല്ലാവർക്കും ഇരിക്കട്ടെ ആരോപണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആരോപണം കൊടുക്കൽ പരിപാടിയായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. ഒന്ന് മെമ്മറി കാർഡ് ആരോപണം കുക്കു പരമേശ്വരനെതിരെ, അത് കഴിഞ്ഞപ്പോൾ ശ്വേതാ മേനോനെതിരെ ഒരു പരാതി വരുന്നു, പരാതിയിൽ കേസെടുക്കുന്നു, ജാമ്യമില്ലാ വകുപ്പുകളൊക്കെ ആ കേസിൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ ഇതിലൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ലേ? ഇല്ലേ? അങ്ങനെ തോന്നുകയില്ലല്ലേ? അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് വളരെ നല്ലതാണ്. എനിക്ക് ഈ കേസിനെ കുറിച്ചൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് ഈ മെമ്മറി കാർഡ് ഇതിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തൊരു കാര്യം, ഈ മെമ്മറി കാർഡിലുള്ള ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അത് കുറച്ച് ആളുകളുടെ ഡിഗ്നിറ്റിയെ ബാധിക്കും. അതായത് സ്ത്രീകളായിട്ടുള്ള ആളുകളടക്കമുള്ളവരുടെ ഡിഗ്നിറ്റി, ആത്മാഭിമാനത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. മുൻപ് നടിയെ ആക്രമിച്ച കേസിലും ഇതുപോലൊരു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടികൾ നടന്നിരുന്നത് എന്ന അന്നത്തെ ഒരു വാർത്തകളിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ദാ ശ്വേതാ മേനോനെതിരെ വന്നിട്ടുള്ള പരാതിയിലും അവരുടെ ഡിഗ്നിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീ എന്ന രീതിയിൽ ജീവിക്കാനുള്ള, ആത്മാഭിമാനത്തോടെ നിവർന്ന് നടക്കാനുള്ള അവരുടെ ആ ഒരു ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ കേസ് വരുന്നതും അതുപോലെ തന്നെ മെമ്മറി കാർഡ് വരുന്നതും. മറ്റേ കേസിലും ഒരു മെമ്മറി കാർഡ് ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാത്തിലും ഒരു കണക്ഷനുണ്ട്. ആരാണ് ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നതെന്നുള്ളത് ഡിംഗ ഭഗവാനെങ്കിലും എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരേ പാറ്റേണിൽ സ്ത്രീകളുടെ ആത്മാഭിമാനത്തിനെ നശിപ്പിച്ചുകൊണ്ട് അധികാര സ്ഥാനത്തേക്ക് അവർ എത്താതിരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ അവരെ ചൊൽപ്പടിക്ക് നിർത്തിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അസോസിയേഷൻ ഓഫ് മെമ്മറി കാർഡ് ആൻഡ് മലയാളം ആക്ടേഴ്സ് എന്നുള്ളതാണോ AMMA കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പോലും സംശയം തോന്നുന്ന രീതിയിൽ ഇതിന് മാത്രം മെമ്മറി കാർഡ് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ചോദ്യം. ശ്വേതാ മേനോന് നേരെ ഉണ്ടായ കേസിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ച് അത് വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്ത് അതിലൂടെ സമ്പത്തുണ്ടാക്കി എന്നുള്ള രീതിയിലാണ് പരാതി പോകുന്നത്. ആക്ച്വലി അവർക്ക് നേരെ ഇങ്ങനൊരു FIR ഇടുമ്പോൾ അതിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പരാതി കൊടുക്കാൻ പോയ ആളാണ്, അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയാണ്. ഒന്നുകിൽ കൃത്യമായി പ്ലാൻ ചെയ്ത പദ്ധതിയുടെ ഭാഗമായി എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടതാണിത്. കൃത്യമായി തന്നെ ആരൊക്കെ ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടി വരാൻ ചാൻസ് ഉണ്ട്, ശ്വേതാ മേനോൻ വരാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് പല കേന്ദ്രങ്ങളിൽ നിന്നും അറിവ് കിട്ടുമ്പോഴേക്കും ഒരു മുൻകൂർ ജാമ്യം പോലെ മാർച്ചിൽ ഒരു പരാതി കൊടുത്തിരുന്നു. പരാതി കൊടുത്തിട്ട് പോലീസുകാരോട് വേണമെങ്കിൽ പറയാം, നിങ്ങളിതിൻ്റെ പേരിൽ അന്വേഷണം ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു പരാതിയായിട്ട് മാത്രം കണ്ടാൽ മതി. അപ്പോൾ ചോദിക്കും സിനിമാക്കാർക്ക് ഇതിനും മാത്രം ഹോൾഡ് ഉണ്ടോ എന്ന്. എന്നെ മോശമായി
തെറി വിളിച്ച, ജാതീയമായി അധിക്ഷേപിച്ച ഒരു പരാതി ഞാൻ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് പിറ്റേ ദിവസം എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിക്കുകയാണ്. ഞാനെന്തോ മഹാപരാധം ചെയ്തു എന്നാണ് പോലീസുകാരുടെ ഭാഷ. മാത്രമല്ല, ആ കേസിൽ പ്രതിയായ ആളെ, അല്ലെങ്കിൽ ഞാൻ പരാതി കൊടുത്തത് ആർക്കെതിരെയാണോ അദ്ദേഹത്തെ വിളിച്ച് പുറത്ത് നിർത്തിയതിന് ശേഷം എന്നോട് അവിടെ ഇരുന്ന സ്റ്റേഷൻ ഓഫീസർ പുള്ളി പറയുന്നത് മുഴുവൻ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് എങ്ങുന്നില്ലാതെ ഒരുപാട് വലിയ വലിയ അഡ്വക്കേറ്റ്സ് വിളിച്ചുകൊണ്ടിരിക്കുന്നു, അതുപോലെ വലിയ വലിയ സിനിമാക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളിത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്കത് വളരെ മോശമായിട്ട് ബാധിക്കും, പരാതിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പൊക്കോളൂ എന്നുള്ള രീതിയിൽ ഇദ്ദേഹം എന്നെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പറയത്തക്ക വലിയ വിജയങ്ങളൊന്നും കയ്യിലില്ലാത്ത, അതായത് ആ സാഹചര്യത്തിൽ, ഇനി അദ്ദേഹം ചിലപ്പോൾ ഒരുപാട് വലിയ സിനിമകളൊക്കെ ചെയ്തേക്കാം, അന്ന് ആ സാഹചര്യത്തിൽ പറയത്തക്ക വലിയ വിജയങ്ങളൊന്നും കൈപ്പിടിയിലില്ലാതിരുന്ന ഒരു സംവിധായകന് വേണ്ടി എറണാകുളത്തെ ലീഡിങ് അഡ്വക്കേറ്റ്സ് വരെ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പരാതിക്കാരനായ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിൽ AMMയുടെ തലപ്പത്തേക്ക് വരിക എന്ന് പറയുന്നത് എറണാകുളം ജില്ലയുടെ ഒറ്റ നടുക്ക്. നിങ്ങൾ AMMയുടെ ഓഫീസ് കണ്ടിട്ടില്ലല്ലോ, അത് നിൽക്കുന്ന സ്ഥലം എന്താണെന്ന് അറിയില്ലല്ലോ, ആ സ്ഥലത്തെ വാല്യൂ എന്താണ്, അവിടുത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പഠിക്കണം. മാത്രമല്ല, ഈ സിനിമാ താരങ്ങൾ ഉൾപ്പെടുന്ന കേസുകൾ, പരാതികൾ, ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഏതെങ്കിലും രീതിയിൽ പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ലോക്കാവുന്നുണ്ടെങ്കിൽ CCTV വെച്ചിട്ടാണ്. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ വെച്ചൊരു സംഭവം നടക്കുന്നു, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും വെച്ച് നടക്കുന്നു. പക്ഷേ AMMയുടെ ബിൽഡിങ്ങിൻ്റെ അകത്ത് എന്ത് പരിപാടി വേണമെങ്കിലും ആവാം എന്ന് പറയുന്നത്, അത് എന്തെങ്കിലും നടക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഞാൻ അങ്ങ് ഉദ്ദേശിക്കുന്നതല്ല. ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള കാര്യം സാൻഡ്ര തോമസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടും പറഞ്ഞിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് സ്വന്തമായ ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ നടക്കാത്ത വൃത്തികേടുകളില്ല എന്ന് പറയുന്നു. ഇവിടെയും AMMയ്ക്ക് ഒരു ഓഫീസുണ്ട്, ആ ഓഫീസ്, ബിൽഡിംഗ്, ഇതൊക്കെ അവരുടെ കൈപ്പിടിയിലിരിക്കുന്നതാണ്. സോ ഒരുപാട് സ്വത്തുള്ള, ഒരുപാട് സാധ്യതകൾ ദുരുപയോഗം ചെയ്യാനാണെങ്കിൽ ഒരുപാട് സാധ്യതകളൊക്കെയുള്ള ഒരു സംഭവം അവിടെ നിൽക്കുകയാണ്. മാത്രമല്ല, അഴിമതി കാണിക്കാനാണെങ്കിൽ അടപടലം അഴിമതി കാണിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഒരു വലിയ കൂട്ടായ്മയാണ്, ഒത്തിരി പണം ഒഴുകുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്ന, ആ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിൻ്റെ തലപ്പത്തേക്ക് വരിക എന്ന് പറയുന്നത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എത്ര പൈസ ഇറക്കാനും ഇവിടെ ആളുകൾ ഉണ്ടായിന്ന് വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ്റെ ഭാഗമായി ഒരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടി പോലീസുകാരോട് ഇങ്ങനെ വിളിച്ച് പറയാൻ, ഇപ്പം ചെകുത്താൻ എന്ന് പറയുന്ന വ്ളോഗറിനെതിരെ ഒരു പരാതി ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിനെ സിദ്ദിഖ് വിളിച്ചു, ഒരു മേലുദ്യോഗസ്ഥനെ സിദ്ദിഖ് വിളിച്ചു ഫോണിൽ. അപ്പം തന്നെ നടപടിയായിരുന്നു, ആളെ പിടിക്കുന്നു, കേസെടുക്കുന്നു, വകുപ്പുകളൊക്കെ ചുമത്തുന്നുണ്ട്. കേസെന്തായി, എവിടെയായി എന്നുള്ളതാണ്. അപ്പോൾ സിനിമാക്കാർ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നടുവളയുന്ന കുറച്ച് പോലീസുകാർ നമ്മുടെ നാട്ടിലുണ്ട്. എന്തായാലും അങ്ങനെ മാർച്ചിൽ ഇദ്ദേഹം പരാതി കൊടുത്തിട്ടിരിക്കുന്നതാണ്. അതിൽ FIR ഒന്നുമില്ല, അല്ലെങ്കിൽ അന്വേഷണം ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ അന്വേഷണമൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം കോടതിയിലേക്ക് പോയി. എൻ്റെ കേസിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. ഞാൻ പരാതി കൊടുത്ത് ഒരു 10-16 ദിവസം കഴിഞ്ഞിട്ട് ഒരു അനക്കവും ഇല്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ നേരിട്ട് കോടതിയിലേക്ക് പോയി. കോടതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ പോലീസുകാരെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ എന്ത് പരിപാടിയും കാണിക്കണം, ഒരു പരാതി വന്നിട്ട് നിങ്ങൾ അന്വേഷിച്ചില്ലേ, എത്രയും പെട്ടെന്ന് ഇത് അന്വേഷിച്ച് ഇതിലൊരു റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള കാര്യമാണ് പറയാം. പിന്നെ പോലീസുകാരെ ചിലപ്പോൾ ഒന്ന് ശകാരിച്ചു എന്നും വരും, കേസിൻ്റെ ഒരു ആഴമൊക്കെ അനുസരിച്ച്. ഇവിടെയും തനിക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുന്ന കുറച്ച് ഡയലോഗുകളൊക്കെ എഴുതി ചേർത്ത് കോടതിയിൽ ഇദ്ദേഹം കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കോടതി കേസെടുത്ത് ഈ പരാതിക്ക് മേൽ അന്വേഷണം ഉണ്ടാകുമെന്ന് പറയും. പക്ഷേ വളരെ സമാധാനമായി സംസാരിക്കുന്ന, എന്ന് വെച്ചാൽ News 24-ലെ ഡിസ്കഷൻ ഉണ്ട്. ഹാഷ്മിയും രാഹുൽ ഈശ്വറും MA നിഷാദും എല്ലാം കൂടി ചേർന്ന് ഈ പരാതിക്കാരനെ എടുത്ത് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പൊട്ടിച്ചെരിച്ച മുഖത്തോടു കൂടി അല്ലാതെ ആ എൻ്റെ ന്യൂസ് ഡിസ്കഷൻ കാണാൻ പറ്റില്ല. ഒരു പക്ഷേ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഡിസ്കഷൻ അതായിരുന്നു. ഇത്രയും സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, അടിസ്ഥാനരഹിതമായിട്ടുള്ള, വിവരക്കേടുകൾ നിറഞ്ഞിട്ടുള്ള ഒരു പരാതി, അത്തരം ഒരു പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം റോസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ എന്തായാലും അങ്ങനൊരു റോസ്റ്റിംഗ് പരിപാടി തന്നെയായിരുന്നു അത്. അതിലൊരു അഡ്വക്കേറ്റ് മാത്രമാണ് വളരെ സമാധാനമായിട്ട് സംസാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞത് വെച്ച് ഇങ്ങനൊരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുന്ന സമയത്ത് കോടതി ചില സ്റ്റെപ്സ് എടുക്കേണ്ടതായിരുന്നു. അതിന് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ വീഴ്ചകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ, ഫസ്റ്റ് ഓഫ് ഓൾ, എന്തുകൊണ്ട് ഇങ്ങനൊരു പരാതിയുമായി ഇയാൾ വന്നു കയറിയ സമയത്ത് പോലീസുകാർ ശ്വേതാ മേനോനെ ഒന്ന് ഫോൺ വിളിച്ചാൽ കിട്ടുന്ന ആളല്ല, അല്ലാത്തൊന്നുമല്ലല്ലോ. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഭയങ്കര തിരക്കും കാര്യമൊക്കെ ആയിരിക്കും. എന്നാലും ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവെക്കാം. ശ്വേതാ മേനോനെ വിളിക്കുന്നു, നിങ്ങൾക്കെതിരെ ഇങ്ങനൊരു പരാതി വന്നിട്ടുണ്ട്, ഇന്നയാളാണ് പരാതിക്കാരൻ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിക്കാം. ആൻഡ് ഇദ്ദേഹം കുറേ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ആ ലിങ്കുകൾ സൈബർ സെല്ലിന് അയച്ചു കൊടുത്തിട്ട് ഇതിലൊക്കെ വല്ല കാര്യമുണ്ടോ എന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നോക്കാതെ തന്നെ അവർ പറഞ്ഞു കളയും. ഈ സിനിമയിൽ അഭിനയിക്കുന്നവരുടെ ദൃശ്യങ്ങളെടുത്ത് പോൺ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെയാണ്. ഇനി പോൺ സൈറ്റിലൊന്നും അപ്ലോഡ് ചെയ്തില്ലെങ്കിലും വാട്സപ്പിൽ അത് ഷെയർ ചെയ്ത് അത് കണ്ട് രോമാഞ്ചം കൊള്ളുന്ന ആളുകൾ നാട്ടിൽ നിരവധിയാണ്. ബിരിയാണി സിനിമ ഇറങ്ങുന്ന സമയത്ത് കനി കുസൃതിയുടെ ആണെങ്കിലും, കാൻസ് ഫെസ്റ്റിവലിൽ പുരസ്കാരം കിട്ടിയ സിനിമയിലെ ദിവ്യപ്രഭയുടെ ആണെങ്കിലും, ഇതുപോലത്തെ ഈ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകളൊക്കെ എടുത്ത് അത് വാട്സപ്പിലൂടെയൊക്കെ അല്ലാതെയൊക്കെ സ്പ്രെഡ് ചെയ്ത് ആനന്ദം കണ്ടെത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ ശ്വേതാ മേനോൻ അഭിനയിച്ചിട്ടുള്ള രംഗങ്ങളും ഇതുപോലെ സ്പ്രെഡ് ചെയ്യപ്പെടാം. എൻ്റെ പൊന്നു സാറേ, അതിൻ്റെ പേരിൽ ഇവർക്കൊന്നും ഇതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്തായാലും ലിങ്കുകൾ തന്ന സ്ഥിതിക്ക് ലിങ്കുകൾ റിമൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഈ പറയുന്ന അഭിനേത്രിയുടെ ആത്മാഭിമാനത്തിനെ സംരക്ഷിക്കാനുള്ള നമ്മുടെ നാടിൻ്റെ, അല്ലെങ്കിൽ ജനസേവകരായിട്ടുള്ള പോലീസുകാരുടെ ഒരു കടമയുടെ ഒക്കെ ഭാഗമായിട്ട് സാർ നമുക്ക് ഈ ലിങ്ക്സ് ഒക്കെ റിമൂവ് ചെയ്യാനുള്ള ബാക്കി പരിപാടികൾ നോക്കാം.
എന്ന് പറയുന്നതിന് പകരം ഈ പറയുന്ന ഒരു പ്രോസസ്സും ചെയ്യാതെ പോലീസുകാർ പരാതി കിട്ടിയിട്ട് ആഹാ നല്ല പരാതി സൂപ്പർ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുകയായിരുന്നു. പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് കടുത്ത വീഴ്ചയാണ്. ആ വീഴ്ചയ്ക്ക് പിന്നിലെ കാരണം ശരിക്കും അന്വേഷിക്കണം. സിനിമാക്കാർ അത്രയും ഇൻഫ്ലുവൻഷ്യലായി പോലീസ് പടയെ സ്വാധീനിക്കത്തക്ക രീതിയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ യാതൊരുവിധ എക്സ്ട്രാ പ്രിവിലേജുകളും കിട്ടേണ്ട ഒരു വിഭാഗമല്ല. കയ്യിൽ പണമുണ്ടെന്നുള്ളതും പ്രശസ്തി ഉള്ളതുകൊണ്ടും സിനിമാക്കാർ. ഇനി ഇൻഫ്ലുവൻസ് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇത്തരം ഒരു പരാതി കിട്ടുമ്പോൾ അത് അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് ഈ പരാതിക്കാരന് തക്കതായ ഒരു മറുപടി കൊടുക്കുക എന്നുള്ളതാണല്ലോ ചെയ്യേണ്ടത്. ശ്വേതമേനോനെ വിളിച്ചതായി ഇങ്ങനെ ഒരു പരാതി തന്നിട്ടുണ്ട്, ഈ പരാതി ഫേക്ക് ആണെങ്കിൽ നിങ്ങളൊരു പരാതി തരൂ, ഈ പരാതിക്കാരനെതിരെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ നടക്കേണ്ടതാണ്. ഇതൊന്നും നടന്നിട്ടില്ല. അങ്ങനെ മാർച്ച് മാസത്തിൽ പരാതി കൊടുത്ത് കുറേ നാൾ കഴിഞ്ഞിട്ടൊന്നും സംഭവിക്കാത്തത് കൊണ്ട് പുള്ളി നേരെ കോടതിയിൽ പോയി കോടതി കേസ് അന്വേഷിക്കാൻ പറയുന്നു. കേസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക എന്നുള്ളതാണ്. അപ്പം തന്നെ വകുപ്പ് എല്ലാം കൂടി ഇട്ട് ഇത്രയും വലിയ വകുപ്പൊക്കെ ഇട്ടിട്ട് ഒരു കേസ് എടുത്തിരിക്കുകയാണ്. ഇങ്ങനെ കേസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു മുൻകാല ചരിത്രമൊക്കെ എടുത്ത് നോക്കിയാൽ ഈ കേസിൻ്റെ വകുപ്പുകളും ഡീറ്റെയിൽസും ഒന്നും നമ്മൾ ഇപ്പോൾ ഒരു 2018, 16 ആ ഒരു സമയത്തേക്കൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതുപോലെയുള്ള കേസുകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വകുപ്പുകളെ കുറിച്ചൊന്നും അധികം ചർച്ച ചെയ്യില്ല. ഒന്നാമത് ന്യൂസ് ചാനലുകൾ എണ്ണത്തിൽ ഇപ്പോൾ ഉള്ള അത്ര ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ഭയങ്കരമായിട്ടുള്ള ഡിസ്കഷൻസ് കുറവായിരുന്നു. ഇപ്പോൾ പക്ഷേ എല്ലാ ഡിസ്കഷൻസും നടക്കുന്നുണ്ട്. ഒരു കേസ് ഉണ്ടായി എന്നറിയുമ്പോൾ ആ കേസിൽ ഇയാൾ പ്രതിയാണെന്ന് പറയുമ്പോൾ വകുപ്പ് എന്താണ് എന്ന ആൾക്കാർ ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വകുപ്പുകളൊക്കെ അറിയുന്നുണ്ട്. പക്ഷേ കുറച്ച് കാലം മുമ്പത്തെ ഒരു സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ ഇതിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വരാൻ പോകുന്ന വാർത്തകളൊക്കെയും ശ്വേതാ മേനോന് നേരെ കേസെടുത്ത് കോടതി അല്ലെങ്കിൽ കേസെടുത്ത് പോലീസ്, ജാമ്യമില്ലാ വകുപ്പുകൾ, നഗ്ന ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചു അല്ലെങ്കിൽ അത് അശ്ലീല വെബ്സൈറ്റുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പണം സമ്പാദിച്ചു എന്നാണ് കേസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞു കുഞ്ഞു വാർത്താ കഷ്ണങ്ങൾ മാത്രമേ വരുള്ളൂ. ആ വാർത്താ കഷ്ണങ്ങൾ പുറത്തു വരിക എന്ന് പറയുന്നത് ആ വ്യക്തിയെ തളർത്തുന്ന ഒന്നാണ്. മാത്രമല്ല ഇതൊരു ഗുരുതരമായ ആരോപണമാണ് എന്നൊക്കെ പെട്ടെന്ന് കേൾക്കുന്ന ആളുകൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആരോപണ വിധേയർ ഇലക്ഷനിൽ നിന്ന് മാറി നിൽക്കട്ടെ എന്ന് പറയുന്ന അവിടുത്തെ പരിപാടിയിൽ ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. മാത്രമല്ല ഒരു വ്യക്തി അവിടെ തളർത്തപ്പെടുകയാണ്. അയാളുടെ മോറൽ വാല്യൂസിനെ തകർക്കാൻ പറ്റും. പക്ഷേ ശ്വേതാ മേനോൻ അങ്ങനെ ഒരു പുലിക്കുഞ്ഞിനെയൊക്കെ കണ്ടാൽ പേടിക്കുന്ന ഒരാളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കേസ് വരുമ്പോഴേക്കും പോയി ഫോർട്ട് ബീച്ചിൽ ചൂണ്ടയിടൂ എന്ന് പറയാൻ അറിയാവുന്ന ഒരാളാണ് പുള്ളിക്കാരി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അവരതിനെതിരെയുള്ള പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഇതുവരെയുള്ള അറിവ്. ഇനി ഈ പരാതി കൊടുത്ത വ്യക്തി ആരാണ്, എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് പിന്നിലെ കാരണം എന്താണ്? പരാതിയിൽ പറയുന്നത് 2 കുട്ടികൾ അത്തരം ദൃശ്യങ്ങൾ കാണുന്നത് കണ്ടു എന്നുള്ളതാണ്. ആ കുട്ടികളുടെ സേഫ്റ്റിയെക്കുറിച്ച് ആലോചിക്കുന്ന അങ്ങനെ കൺസേൺഡ് ആയിട്ടുള്ള ഒരാൾ ആ കുട്ടികൾക്ക് കൗൺസിലിംഗ് ലഭിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ? ഈ പോൺ സൈറ്റുകളോടുള്ള അഡിക്ഷൻ എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള വെബ്സൈറ്റുകൾ കുട്ടികൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ആ ഇൻഫർമേഷൻ എവിടുന്ന് കിട്ടി എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. മാത്രമല്ല അത്തരം വെബ്സൈറ്റുകളിലേക്ക് കണ്ടൻറ് ആരാണ് അപ്ലോഡ് ചെയ്യുന്നത്, അതിൻ്റെ സോഴ്സും ഒറിജിനൊക്കെ കണ്ടുപിടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. മാത്രമല്ല അത്തരം രംഗങ്ങൾ സിനിമയിൽ വന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നമെങ്കിൽ സിനിമയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കേണ്ടത്. സംസ്ഥാന സർക്കാരൊക്കെ അവാർഡൊക്കെ കൊടുത്ത് അംഗീകരിച്ചിട്ടുള്ളൊരു അഭിനേത്രിയാണ്. അങ്ങനെ അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമയിലെ രംഗമടക്കം ഇപ്പോൾ പാലേരി മാണിക്യം എടുത്തു നോക്കിയാൽ, കളിമണ്ണ് എടുത്തു നോക്കിയാൽ, രതിനിർവേദം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ രതിനിർവേദത്തിൽ നിങ്ങൾ ഇവരെ മാത്രം പൊക്കിയാൽ പോരല്ലോ. ഈ രതിനിർവേദം ഒരു റീമേക്ക് അല്ലേ? അപ്പോൾ കുറച്ചും കൂടി ബാക്കോട്ട് പോകണ്ടേ? ഈ സിനിമ എഴുതിയുണ്ടാക്കിയ ആൾക്കാരെ നിങ്ങൾ പൊക്കണ്ടേ? വളരെ മോശമായിട്ടുള്ള രംഗങ്ങൾ സിനിമയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചിന്തിച്ച ആ ദുഷിച്ച മനസ്സുകൾക്കെതിരെ നിങ്ങൾ എന്താണ് പരാതി കൊടുക്കാത്തതെന്നുള്ളതാണ് ചോദ്യം. മാർട്ടിൻ മേനാച്ചേരി എന്നാണ് പരാതി കൊടുത്തിട്ടുള്ള ആളുടെ പേര്. പുള്ളിയുടെ സംഘടനാ ഭാരവാഹിത്വത്തെക്കുറിച്ച് പുള്ളി സംസാരിച്ചതൊക്കെ ഈ 24 ന്യൂസുകാർ അടിച്ച് പൊളിച്ച് നശിപ്പിച്ച് കളയുന്നുണ്ട് കേട്ടോ. ശരിക്കും 24 ന്യൂസിലെ ആ ഒരു ഡിസ്കഷൻ, ഈ മാർട്ടിൻ മേനാച്ചേരി വന്നിരിക്കുന്ന ഡിസ്കഷൻ നിങ്ങൾ കാണേണ്ടതാണെന്നേ ഞാൻ പറയുള്ളൂ. അതിൽ തന്നെ കുറേയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ആ ഡിസ്കഷനിൽ കുറച്ചും കൂടി സ്പേസ് കൊടുക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നിയത് വളരെ സെൻസിബിളായി സംസാരിച്ച ആ വക്കീലിനായിരുന്നു. കുറേയും കൂടി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടിയേനെ. ന്യൂസ് 18 ഞാനൊരു ഡിസ്കഷൻ കണ്ടു. അവിടെ ഈ മാർട്ടിൻ മേനാഞ്ചേരിയെ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, നിങ്ങൾ എന്തുകൊണ്ട് നടന്മാർക്കെതിരെ കേസ് കൊടുത്തില്ല എന്നുള്ള അങ്ങനെയുള്ള 1-2 ചോദ്യങ്ങൾ മാത്രമാണ്. പക്ഷേ മാർട്ടിൻ മേനാഞ്ചേരി തിരിച്ചു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരാളെക്കുറിച്ച് ഞാനൊരു പരാതി കൊടുത്തു, അതിൻ്റെ കാര്യങ്ങൾ എന്തായി എന്ന് തിരിച്ച് ആങ്കറോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ പറയാനാണോ ഞാനിവിടെ ഇരിക്കുന്നതെന്നൊക്കെയുള്ള അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവർക്കും കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളൊന്നുമില്ല. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മാധ്യമ സ്ഥാപനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ അവരവിടെ ഒതുക്കി തീർക്കുന്നുണ്ട് എന്ന് പറയുന്നൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും സ്ത്രീവിരുദ്ധമായ നിലപാടുകളും അല്ലെങ്കിൽ കേസുകൾ ഉണ്ടാകുന്ന സമയത്ത് അതിനൊരു ഒഴുക്കൻ മട്ടിൽ സ്വീകരിക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതിൽ എം എ നിഷാദിൻ്റെ ന്യൂസ് 24 എം എ നിഷാദിൻ്റെ വർത്തമാനത്തിൽ ഭയങ്കര രസമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ദേവൻ അങ്ങനെ ചെയ്യുമെന്ന്. പക്ഷേ ചെയ്തിട്ടുണ്ടെങ്കിൽ
എന്നൊക്കെ പറഞ്ഞ് ആ സെൻറ്റൻസ് കൺസ്ട്രക്ഷനിലൊക്കെ കുറച്ച് ആരോപണങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല മെമ്മറി കാർഡ് കോമൺ ആയി വരുന്ന കേസിൽ ദേവൻ്റെ നിലപാടെടുത്ത് നോക്കുമ്പോഴും നമുക്ക് ഏതാണ്ടൊക്കെ സിമിലാരിറ്റീസ് ഫീൽ ചെയ്യും. പ്രകാശ് ബാരെ അദ്ദേഹം അതേ ഡിസ്കഷനിൽ ഇരിക്കുന്ന സമയത്തും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് ഈ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ വേറെയും ആളുകൾ ഇതിൽ ഈ ഒരു കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഇതൊരു പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഈ പറയുന്ന സിനിമകളുടെ പേരുകൾ കാണുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ചു, ഒരു അഭിനേത്രിക്ക് ഇപ്പം മാർട്ടിൻ മേനോഞ്ചേരി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ശ്വേതാ മേനോൻ്റെ ഒരു ദൃശ്യം ഒരു പോൺ സൈറ്റിലുണ്ട് എന്നറിയുമ്പോൾ ശ്വേതാ മേനോൻ എന്തുകൊണ്ട് അത് നീക്കം ചെയ്യാനുള്ള നടപടി എടുത്തില്ല എന്നുള്ളതാണ് ചോദ്യം. മാർട്ടിൻ മേനോഞ്ചേരിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഇതുപോലെ ലീക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ പോട്ടെ, എൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഇതുപോലെ ലീക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം. കാര്യം ഒരു ക്ലിപ്പേ ഉണ്ടാവുള്ളൂ, കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരും ഉണ്ടാവില്ല. ആ വെബ്സൈറ്റിൽ നിന്ന് അത് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കഠിനമായ പരിശ്രമങ്ങൾ നടത്താം. പക്ഷേ ശ്വേതാ മേനോൻ്റെ ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായുള്ള അവരുടെ മോഡലിംഗ് കരിയർ മുതൽ ഇതുവരെയുള്ള ഇത്രയും കാലത്തെ അവരുടെ എക്സ്പീരിയൻസിനിടയ്ക്ക് അവർ ഒരുപാട് ഫോട്ടോഷൂട്ടുകൾ, ആഡ് ഷൂട്ടുകൾ, സിനിമകൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഈ പറയുന്ന ഞരമ്പ് രോഗമുള്ള ആൾക്കാർ അവിടുന്ന് ഇവിടുന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് എത്രയോ സൈറ്റുകളിൽ അത് വിൽപ്പനയ്ക്കും അല്ലാതെയും വെക്കാം. എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം ഞാൻ തുടച്ച് നീക്കി എൻ്റെ ഡിജിറ്റൽ ഫുട് പ്രിൻറ്റിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാവില്ല എന്നൊക്കെ തീരുമാനിച്ച് ശ്വേതാ മേനോൻ ഇറങ്ങുകയാണെങ്കിൽ ശ്വേതാ മേനോന് വേറെ ഒരു പണിക്കും പോകാൻ പറ്റില്ല. അവരുടെ ജോലി ഇത് മാത്രമായി പോകും. നമ്മളൊരു അഭിനേത്രിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള വിവിധ തരത്തിലും തലത്തിലും നിൽക്കുന്ന സിനിമകളുടെ ഭാഗമായ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ള ബഹുമാനിക്കപ്പെടുന്ന ഒരു അഭിനേത്രിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ പ്രകാശ് ബാരെ ചോദിക്കുന്നത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വകുപ്പ് എന്ന് പറയുന്നത് അത് ശരിക്കും ശ്വേതാ മേനോന് നേരെ ജാമ്യമില്ലാത്ത വകുപ്പ് അങ്ങനെ വരേണ്ട ഒരു വകുപ്പേ അല്ല. മാത്രമല്ല ഇതേ കാര്യം തന്നെയാണ് സാൻഡ്ര തോമസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് വളരെ കീ പൊസിഷനിലേക്ക് മത്സരിക്കാൻ വേണ്ടി സാൻഡ്ര തോമസ് തീരുമാനം എടുക്കുമ്പോഴേക്കും സാൻഡ്ര തോമസിനെ അടിച്ചിരുത്താനും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള ഡിസ്കഷൻസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. കൂട്ടായ ഒരു പരിശ്രമം ഒരു സ്ത്രീ ഒരു കീ പൊസിഷനിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്നു. അതേ കാര്യങ്ങൾ തന്നെയാണ് ഒരു കീ പൊസിഷനിലേക്ക് മത്സരിക്കുന്ന സ്ത്രീകൾക്ക് നേരെ AMMA എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായിട്ടും സംഭവിക്കുന്നത്. പരാതി കിട്ടിയ സമയത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ, നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കാതിരുന്ന കോടതിയുടെ ഇടപെടൽ, അതിനുശേഷം FIR എടുക്കുന്ന സമയത്തും വളരെ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനൊരു സീൻ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ ഭാഗമായി വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും അതിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. അവിടെ ക്യാമറ എടുത്തിട്ടുള്ള, വീഡിയോ എടുത്തിട്ടുള്ള, ലൈറ്റ് എടുത്തിട്ടുള്ള എല്ലാവരും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. എല്ലാവരും പ്രതിസ്ഥാനത്ത് വരണ്ടേ. പക്ഷേ ഇത് ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. അതവർ ഇലക്ഷന് മത്സരിക്കുന്നതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഇങ്ങനൊരു കേസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മാധ്യമങ്ങളിൽ നടക്കുന്ന ഇത്തരം ചർച്ചകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ന്യൂസ് 18 തംബ്നെയിലൊക്കെയാണ് ഞാൻ ഭയങ്കരമായിട്ട് അത് കണ്ടത്. കാരണം ശ്വേതാ മേനോൻ എന്ന് പറയുന്ന അഭിനേത്രിയുടെ മൊഡസ്റ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു പരാതിയും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അവരുടെ തംബ്നെയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഈ പറയുന്ന മാർട്ടിൻ മേനോഞ്ചേരി എഴുതിയിട്ടുള്ള പരാതിയിൽ പറയുന്നത് പോലെയുള്ള ദൃശ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ ആ തംബ്നെയിലുകൾ ഉണ്ടാക്കുന്നത്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ഭാഗ്യലക്ഷ്മി ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇതുവരെ ചൊൽപ്പടിക്ക് നിൽക്കുമെന്ന് കരുതിയിരുന്ന ആളുകൾ അല്ലെങ്കിൽ ചൊൽപ്പടിക്ക് നിന്നിരുന്ന ആളുകൾ അധികാര സ്ഥാനത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകളാണ്. നമ്മൾ മറ്റുള്ള പലരുടെയും പ്രതികരണങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അതാണ്. അതുവരെ ചൊൽപ്പടിക്ക് നിന്നിരുന്ന കുറച്ച് ആളുകളെയൊക്കെ വെച്ചുകൊണ്ടാണ് ഈ പരിപാടി ഓടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ സ്ഥാനത്തേക്ക് മറ്റുള്ള അങ്ങനെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത ആളുകൾ ഉണ്ടാവുന്ന ഒരു റെസിസ്റ്റൻസ് ആണത്, അല്ലെങ്കിൽ ഒരു ആക്രമണ രീതിയാണത്. എന്നാൽ ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ആണെങ്കിലും മാലാപാർവതി ആണെങ്കിലും ഇവരൊക്കെ പറയുന്നത് ഈ സംഘടന വളരെ മോശമാണ്, ഇത് പിരിച്ചുവിടണം എന്നൊന്നുമല്ല. ഒരുപാട് ആളുകൾക്ക് മെഡിക്കൽ ബെനിഫിറ്റ്സ് അടക്കം ഒത്തിരി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണത്, അല്ലെങ്കിൽ ഒരു സംഘടനയാണത്. അപ്പോൾ തീർച്ചയായും അത് അങ്ങനെ നിലനിന്ന് പോരണം. പക്ഷേ അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് അത്തരം നല്ല ആളുകൾ, മികച്ച ആളുകൾ കടന്നു വരേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്. ആൻഡ് മാലാപാർവതി ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു അഭിനേതാവിനെ കുറിച്ച് പറയുന്നത് എല്ലാവർക്കും അങ്ങ് പേടിയാണ്, പക്ഷേ എനിക്കിപ്പോൾ പേടി തോന്നുന്നില്ല, എനിക്ക് പേടിയില്ല, അതുകൊണ്ട് എനിക്ക് പേടിക്കാൻ തോന്നുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ശരിക്കും ഇത്തരം ഒരു കേസും ആരോപണമൊക്കെ ഉണ്ടാകുമ്പോൾ വാട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. കേസ് മുന്നോട്ട് പോട്ടെ, ആ പരാതി പ്രത്യക്ഷത്തിൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്നത് പോലെ കോടതിയും അത് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നീട് ഈ പരാതിക്കാരനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് ഇവിടെ കാര്യം ഇരിക്കുന്നത്. ശ്വേതാ മേനോൻ കൃത്യമായി പരാതിക്കാരനെതിരെയുള്ള ഒരു നടപടിക്ക് തുടക്കം കുറിക്കണം. അങ്ങനെ തുടക്കം കുറിച്ചാലാണ് ഇതുപോലെയുള്ള വ്യാജ പരാതികളുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ ആ പരിപാടി നിർത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് ശ്വേതാ മേനോൻ, നാളെ കുറച്ച് കാലത്തിന് ശേഷം ഇപ്പോൾ ആരാണോ ഭരണത്തിൽ വരുന്നത് അവർ പോയി കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ ഉണ്ടാകുന്ന സമയത്തും സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചേക്കാം. വ്യാജ പരാതികൾ, മെമ്മറി കാർഡുകൾ, ആർക്കൊപ്പം നിലപാടെടുക്കുന്നു, ഇതിൻ്റെയൊക്കെ പേരിൽ AMMA വീണ്ടും ഡിസ്കഷൻസിൽ ഏറ്റവും ടോപ്പ് ലെയറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി, എല്ലാവർക്കും തുല്യമായ നീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള AMMAയുടെ നടപടിക്രമങ്ങൾ, മുൻ അഭിനേതാക്കളുടെയും ഭാവി അഭിനേതാക്കളുടെയും നിലവിലുള്ള അഭിനേതാക്കളുടെയും ഒക്കെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നല്ല നല്ല പദ്ധതികൾ, ഇങ്ങനെയൊക്കെയുള്ള ഡിസ്കഷൻസ് ഉണ്ടാവണമെന്ന് എല്ലാ
പൊതുജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തിനും ഇത് ശ്രദ്ധിക്കണം, ഇത് അവരുടെ സംഘടന, അവരുടെ പ്രശ്നമല്ലേ എന്ന് ചിന്തിക്കുന്ന വേറെ കുറച്ച് ആളുകളുണ്ടാകും. ഞങ്ങളുടെ മക്കൾ, ഞങ്ങളൊരു കുടുംബമാണ്, അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം നോക്കും, നിങ്ങൾ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ മതി എന്നൊക്കെ പറയുന്ന പോലത്തെ ഡയലോഗുകൾ ഇതിനു മുമ്പ് AMMയുടെ പ്രസംഗങ്ങളിലും പരിപാടികളിലും ഒക്കെ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു സാമൂഹ്യ നീതിയുടെ പ്രശ്നമാണ്. സ്ത്രീകളും പുരുഷന്മാരും ട്രാൻസ്ജെൻഡേഴ്സും ഒക്കെ ഒത്തുചേരുന്ന ഇടങ്ങളിൽ എല്ലാവർക്കും തുല്യ നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതായത് സ്ത്രീകൾ മത്സരിക്കാൻ വരുമ്പോൾ പുരുഷന്മാർ മാറി നിൽക്കണം എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. എല്ലാവർക്കും തുല്യ നീതി, തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു അഭിനേത്രിക്ക് പൈസ കുറച്ച് കൊടുക്കുന്നു എന്ന് ചോദിക്കുന്നതിൽ അത് ആ സിനിമ സെല്ല് ചെയ്യണം, അതൊരു വ്യാവസായിക ഉൽപ്പന്നമാണ്. അപ്പോൾ ആ സിനിമ സെല്ല് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഫാക്ടർ ആരാണോ അയാൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടും. പക്ഷേ ഇതൊരു സംഘടനയാണ്, ഒരേ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ സംഘടനയാണ്. അവിടെ കുറച്ച് ആളുകൾ മൂത്തന്മാരായിട്ടിരിക്കുകയും ബാക്കിയുള്ളവരൊക്കെ അടിമകളായിട്ട് ഓംബ്ര എന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യുന്ന ആ സ്ഥിതിവിശേഷം നീതിയുക്തമായി കാര്യങ്ങൾ നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിന് ചേരുന്നതല്ല. അപ്പോൾ AMMയിൽ മാറ്റങ്ങളുണ്ടാവട്ടെ എന്നുള്ള ആശംസകളോടുകൂടി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ലൈറ്റ് ഓഫ് ആയി പരിഗണിക്കുക.